എനിക്ക് പല പെണ്ണുങ്ങളായിട്ട് അടുപ്പുണ്ടോ, അത് നീ ചോദ്യം ചെയ്യാൻ വരണം കേട്ടോ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. L4 കുഞ്ഞുസേ, L4 എന്താന്ന് അമ്മ പറയുന്നത് കേൾക്കുന്നില്ല? പപ്പയൊക്കെ സമയമാകുമ്പോ വരും കുഞ്ഞാ. ഇതൊന്ന് പഠിക്കും മോനെ, 4 ദിവസം കഴിഞ്ഞ സ്കൂള് തുറക്കല്ലേ. അപ്പൊ ഈ പഠിക്കുന്ന കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ലല്ലോ. ഈ മഹീന്ദ്ര താറും ജീപ്പ് ഓടിച്ച് കളിച്ചാൽ മതിയാ. അതിന് പറ്റിയൊരു പപ്പയും മോൻ എന്ത് പറഞ്ഞാലും അപ്പ വാങ്ങിച്ചു കൊടുക്കും. എന്തൊക്കെയാ വാങ്ങിച്ചറിയോ? ഗസ് ചെയ്യാൻ പറ്റുമോ? സ്വത്തിന് വേണ്ടി എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയോ? നോക്ക് നോക്ക്, ഓപ്പൺ ചെയ്, ഓപ്പൺ ചെയ്, നോട്ടെ. നോക്ക്, ലഞ്ച് ബോക്സ്, ലഞ്ച് ബോക്സ് ഉണ്ട്, വാട്ടർ ബോട്ടിൽ ഉണ്ട്, പിന്നെ ജുവാന്റെ മഹീന്ദ്ര താറുണ്ട് കേട്ടോ. ഓക്കെ, സ്വത്താണ്. എന്തിനായിട്ട് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കുന്നത്? ചെക്കൻ ഒരു അക്ഷരം പഠിക്കുന്നില്ല. സന്ധ്യ കുഞ്ഞ് MBBS LKG പോകുന്നത്. ഈ പ്രായത്തിൽ അവൻ എന്ത് പഠിക്കാനാ? കളിച്ചോട്ടെ സന്ധ്യ, കളിച്ചോട്ടെ, അമ്മ കളിച്ചോ. വെച്ചടാ, നല്ല മോനും അതിന് പറ്റിയൊരു പപ്പയും. പിന്നെ പേരിന്റെ ടിഫിൻ ബോക്സും മൈൻഡ് താരം വാങ്ങിച്ചു തരും. അമ്മ എപ്പോഴും ചീത്ത പറയും. അയ്യോ മതി മതി, ഗുഡ് ബൈ. നീ തന്നെ പറയണ്ട കുട്ടി കുറുമ്പ. നിന്നെ നോക്കാൻ വേണ്ടിട്ടല്ലേ അമ്മ ഉള്ള ജോലിയും കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ കുറ്റക്കാരില്ലേ? കുഞ്ഞെന്തോ പറഞ്ഞിട്ട് നീ അതിൽ പിടിച്ച് തൂങ്ങാൻ നിൽക്കണ്ട. കുഞ്ഞ് വെറുതെ വന്നാലും. അയ്യോ, എന്താ ലേറ്റ് ആയത്? നേരത്തെ ഇറങ്ങാന്ന് പറഞ്ഞല്ലേ? നേരത്തെ ഇറങ്ങാന്നൊക്കെ വിചാരിച്ചാടോ, പക്ഷെ ഒരു പുതിയൊരു US പ്രൊജക്റ്റ് വന്നിട്ടുണ്ടേ. അതിന്റെ ഡെഡ് ലൈൻ അടുത്ത ആഴ്ചയാണ്. അപ്പൊ ഈ ക്ലയൻസ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റിക്വയർമെന്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആ ബോസ് ആണെങ്കിൽ കട്ട കാലിപ്പിലും. മൂപ്പരെ പ്രഷർ മുഴുവൻ എന്റെ തലയിൽ നിൽക്കുന്നത് ആണെന്ന് തോന്നുന്നു. അത് സാരില്ല കേട്ടാ, ഇതിലും വലിയ പ്രഷറൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതല്ലേ. എന്നാലും ഇപ്പൊ 1 മാസമൊക്കെ ഇല്ല ഉണ്ടാവുള്ളൂ ഈ പ്രോജക്റ്റ്. എന്നും പറയട്ടെ, ഭക്ഷണം ഇല്ലാണ്ടും ആരോഗ്യം ശ്രദ്ധിക്കാൻ നടക്കല്ലേ. ഇനി നീ പതാള് വെച്ച് ടെൻഷൻ അടിക്കുന്ന വേണ്ട. എടാ ഒന്നും കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോ ഓഫീസിൽ എന്ത് പ്രഷർ ഉണ്ടെങ്കിലും എന്താ, ഇവിടെ വന്നിട്ട് നിന്നെയും കുഞ്ഞിനെയും കണ്ട അപ്പ ഓക്കെയാവും അല്ലേ? അത്രേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. എന്തായാലും ഇവിടെ വന്നിട്ട് ഓഫീസിൽ ഒരു കാര്യങ്ങളും വേണ്ട. ഏട്ടാ ഞാൻ ചായ എടുക്കട്ടെ? ചായ വേണ്ട, പുറത്ത് പോയി കുടിക്കുക അല്ലേ പപ്പ? അതെ. എടാ ഇത്രയും നേരം അമ്മ അവിടെ നടന്നു. ഇപ്പൊ പപ്പ വന്നപ്പോ നിങ്ങൾ രണ്ടും ഒറ്റ ഗ്രൂപ്പ് അല്ലേ? ഞാൻ ഇപ്പൊ വില്ലെത്തി. കൊള്ളാലോ. ആരാട്ടാ? ഓഫീസിന്നാ? ഇല്ലടാ, അത് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ പുതിയ പ്രൊജക്റ്റ്. അപ്പൊ അതിന്റെ ടീം ലീഡ്. നീ ഒരു കാര്യം ചെയ്യും, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കും, ഞാൻ അറ്റൻഡ് ചെയ്യട്ടെ കേട്ടോ. വേണ്ട, വാ ചായ തരാം. ഏട്ടാ, കുഞ്ഞിന്റെ യൂണിഫോം ബുക്കും വാങ്ങിക്കാൻ പോയാലോ? പിന്നെ വാങ്ങിക്കാം. ലീവല്ലേ പപ്പ? അപ്പൊ നമുക്ക് മലമ്പുഴയ്ക്ക് പോയാൽ അടിച്ചു പൊളിക്കാണ്. മലമ്പുഴയ്ക്ക് കുഞ്ഞു നല്ല മഴക്കാറുണ്ടടാ, മഴ പെയ്യും. നമുക്ക് മലമ്പുഴയ്ക്ക് പിന്നെ പോട്ടോ.
കുഞ്ഞിന് ബുക്കും ബാഗും അങ്ങനെ അടുത്ത ആഴ്ച പോയാൽ പോരെ? എന്തായാലും കുഞ്ഞിന് ജൂൺ 8-നല്ലേ സ്കൂൾ തുറക്കുള്ളൂ. ഇന്നിപ്പോൾ 28 ഏട്ടാ, 8-ാം തീയതി ആകുമ്പോഴേക്കും സ്റ്റിച്ച് ചെയ്ത് കിട്ടണ്ടേ? അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വിട്ടോളൂ, നമുക്ക് ഭാസ്കരേട്ടനെ കൊടുത്താൽ പോരെ. ഭാസ്കരേട്ടനിൽ കൊടുക്കുന്നതിനല്ല, ബാഡ്ജ് വാങ്ങിക്കണ്ടേ യൂണിഫോമിൽ തയ്ക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ ബുക്ക് വാങ്ങിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണത്രേ. ഒരാഴ്ചയല്ലേ അവർ തുടങ്ങിയിട്ട്. നമുക്കാണെങ്കിൽ ഇപ്പോൾ എവിടെയും സമയം കിട്ടുന്നില്ല പോകാൻ. ഏട്ടാ പിന്നെ നാളെ ലീവില്ലല്ലോ. എൻ്റെ ലീവ് എന്തിനാ നീ നോക്കുന്നേ? നിനക്കും കുഞ്ഞിനും കൂടി പോയിക്കൂടെ? ഞാൻ വേണമെങ്കിൽ ആ സുഭാഷ് ഏട്ടൻ്റെ ഓട്ടോറിക്ഷ പിടിച്ചിരാം. ആ എന്താ അങ്ങനെ പറയണത്? നിങ്ങളില്ലാണ്ട് ഞാൻ അത്രയും കാലം എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇതിപ്പോൾ ഞായറാഴ്ച അല്ലേ, എന്ത് പരിപാടി ഉള്ളത്? എടോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലേ, അവൻ്റെ പെങ്ങളുടെ കല്യാണം. അപ്പം ഇന്ന് വൈകുന്നേരം ഞങ്ങളൊക്കെ സ്റ്റാഫൊക്കെ കൂടി പോകുന്നുണ്ട്, കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ച് പോകണേ. കല്യാണം നാളെയാണ്, പിന്നെ എനിക്ക് നാളെ ലീവ് കിട്ടില്ലല്ലോ. മറ്റേ പ്രൊജക്റ്റിൻ്റെ തിരക്കാണ്. കല്യാണത്തിൻ്റെ ഇതൊക്കെ വൈകിട്ടല്ലേ, ഉച്ചയിലായിട്ടുള്ളൂ. നമുക്ക് 3 ആൾക്കും കൂടി ബുക്ക് വാങ്ങിച്ചിട്ട് അതിലൂടെ അങ്ങോട്ട് പോവാം. കല്യാണത്തിനും പോവണ്ട, പിന്നെ പോവാ, മലമ്പുഴയ്ക്ക് പോവാ. സ്കൂളിൽ തന്നെ എവിടേക്കും പോവാൻ പറ്റില്ല. വാ എനിക്ക് പപ്പ. കുഞ്ഞിസെ പപ്പയ്ക്ക് അത്യാവശ്യമായിട്ട് പോകണ്ട, അല്ലെങ്കിൽ കുഞ്ഞിനോട് വരില്ലേ? അവിടെ കറക്റ്റ് ദാവിനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഹലോ, ആ നിങ്ങളോ ഇറങ്ങിയോ? അവിടെ ഞാനൊരു അരമണിക്കൂറില്ല. ആ ശരി, എടോ കൊണ്ടോ എല്ലാവരും എത്തി. ഞാനേ കുളിച്ചിട്ട് കേട്ടോ. ചേനെ അവിടെ നിന്നോ, കളിച്ചോ. കുഞ്ഞുസേ, പോയി റെഡിയാകാം. നമുക്ക് പോയിട്ടേ യൂണിഫോം ബുക്കൊക്കെ വാങ്ങിയിട്ട് വരാം. നാളെ പോയതിന് തിരക്കായിരിക്കും. അപ്പനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. പോ, റെഡി ആയിക്കോ. എടോ വൈഫുണ്ട് പറഞ്ഞേ. സാറില്ല, ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല എങ്ങോട്ട് പോവാ? ആ സെറ്റടാ. ഫോട്ടോ അയച്ചില്ലല്ലോ, വീഡിയോ കോൾ ചെയ്യട്ടെ. ആ CLOCK. ഇതെന്താ പപ്പ വായിക്കാ? പപ്പ കുഞ്ഞു ചോദിക്കുന്ന കേൾക്കുന്നില്ല. ഇതെന്താ പറയാ? എന്ത്? ഇത് അത് ക്ലോക്ക് കുഞ്ഞു, അതൊന്നും അറിയില്ലേ? നീ അവിടെ പോയി പഠിക്ക്. പപ്പ എപ്പോഴും എന്തുകൊണ്ട് ഫോൺ നോക്കും? കുഞ്ഞിന്റെ കൂടെ കളിക്കാൻ വരില്ല? കുഞ്ഞുസേ, പപ്പയ്ക്ക് ഓഫീസിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനല്ലേ, അപ്പൊ കുഞ്ഞിനോട് കളിക്കാൻ എന്തൊക്കെ ആരാ ചെയ്യാ? അതുകൊണ്ടല്ല പപ്പ ഫുൾ ടൈം മൊബൈൽ നോക്കുന്നത് കേട്ടോ. എന്താ ഏട്ടാ, എപ്പോഴും ഓഫീസിലെ കാര്യങ്ങൾ അവിടത്തോടെ കഴിയണതാണല്ലോ. ഇപ്പൊ ഏത് നേരം നോക്കിയാലും ഈ ഫോണിൽ തന്നെ. എന്താ എത്ര മാത്രം ചെയ്യാനുള്ളതില്? അല്ല, നിനക്ക് എന്റെ ജോലിയെ കുറിച്ച് എന്താ അറിയാ? എടാ, നിനക്ക് ചോറുണ്ടാക്കാനും കറി ഉണ്ടാക്കാനും ഇവിടെ അടിച്ചു ഉടയ്ക്കാനല്ലേ അറിയുള്ളൂ? അത് ചെയ്. അവിടെ എന്നെ പഠിപ്പിക്കാൻ പറ്റുന്നു. എന്തായിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കണത്? എപ്പോഴും ഓഫീസ് വിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് എത്ര ഹാപ്പി ആയിട്ട് നമ്മൾ ഇരുന്നിട്ടായിരുന്നത്. ഇതിപ്പോ ഒരു കാര്യങ്ങൾ എന്നോട് പറയില്ല. വന്നു കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നവരെ ഈ ഫോൺ തന്നെയാ. ആ കുഞ്ഞിനെ കൂടെ നിങ്ങൾ കളിച്ചിട്ട് എത്ര ദിവസമായി? പപ്പ ബാഡ് ക്വാളിറ്റി ആയിട്ടുണ്ട്. കുഞ്ഞിന്റെ കൂടെ കളിക്കാനേ വരില്ല. കുഞ്ഞുസേ, നീ എന്ത് വർത്താനം പറയുന്നേ? ബാഡ് ക്വാളിറ്റിയോ? നീ ചോദിച്ച സാധനം വാങ്ങി തരുന്നില്ലേ? നിന്റെ അമ്മേന്റെ സ്വഭാവം പഠിക്കുന്ന കേട്ടോ. വെറുതെ കുഞ്ഞിനെ ചീത്ത പറയാൻ നിൽക്കണ്ട. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ അവൻ അങ്ങനെ പറയണെങ്കിലേ നിങ്ങൾ ചെയ്യുന്നോണ്ട് തന്നെയാ. അല്ല, ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? ഇവനോട് കളിക്കാത്ത കളിക്കാം. വാ, നിനക്ക് എന്ത് കളി കളിക്കണ്ടേ? ക്രിക്കറ്റ് ബാറ്റ് എടുക്ക, പോണോ? എടാ ബോൾ എടുക്ക. കുറച്ചു നേരം മൊബൈൽ നോക്കി അപ്പ തുടങ്ങുന്നത് ഒരു മനസം വരുന്നില്ല. വാ, പുറത്ത് പോയി കളിക്കുക. വാ, എന്റെ മമ്മിക്കൊരു സമാധാനം എടുക്കട്ടെ. കഷ്ടം. ഇത് എന്തൊരു മാറ്റം ചേട്ടന്. ലോക്ക് മാറ്റിയോ?
ഹലോ. പപ്പയുടെ കുഞ്ഞുസേ, പപ്പ അച്ഛൻ അങ്കിളിന്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കാണോ? പപ്പന്റെ ഫോണിന്റെ ലോക്ക് മോൻ അറിയാം? ആ അമ്മ, ഇന്നലെ പപ്പ ലോക്ക് തുറക്കുമ്പോ കണ്ടു അമ്മ. മോൻ ആ ഫോൺ ഇങ്ങോട്ടാ. പോയി കളിച്ചോ, അമ്മ ഇപ്പൊ വരാം. പൊയ്ക്കോ. എടോ, എനിക്ക് തന്നെ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല. വല്ലാണ്ട് മിസ് ചെയ്യുന്നത് പോലെ. ഇനിയിപ്പോൾ 2 ദിവസം ഓഫീസ് ലീവല്ലേ. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? അപ്പോൾ കണ്ട പോലെയായി. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടൊരു സ്പേസ് വേണ്ടേ? സോറിടാ, പറ്റിപ്പോയതാ. അതിപ്പോൾ കഴിഞ്ഞിട്ട് 3 ദിവസമല്ലേ. ഞാൻ എത്ര സോറി പറഞ്ഞു. ഒന്ന് സംസാരിക്കേ. ഇനി ഒരിക്കലും ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. എൻ്റെ ഫോണിൻ്റെ ലോക്കൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. എനിക്ക് ക്ഷമിക്കണം. ഇതിൻ്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? നിങ്ങളെ മാത്രം വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കണത്. ഈ തെറ്റ് ഞാൻ ചെയ്താണെങ്കിലോ നിങ്ങൾക്കത് പൊറുക്കാൻ പറ്റുമോ? എൻ്റെ കാര്യം ഇവിടെ ആ കുഞ്ഞിനെങ്കിലും ഒന്ന് ആലോചിച്ചൂടായിരുന്നോ? ആരോ വർക്ക് പ്രഷറിൽ ഞാൻ നിൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് എനിക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. ഇനി ഒരിക്കലും ഞാൻ ചെയ്യുന്ന സച്ചു ഒറ്റ പ്രാവശ്യം ക്ഷമിക്കേ. സാരമില്ല, എങ്ങനെ ചെയ്യാതിരുന്നാ മതി. താങ്ക് യു സച്ചു. ആ കിരണേ, പറടാ. നിൻ്റെ പേര് കിരൺ എന്ന് ഞാൻ സേവ് ചെയ്തിട്ടത്. എൻ്റെ പൊന്നു മോളെ, അവളുടെ കൈയും കാലും പിടിച്ചിട്ടാണ് ഒന്ന് ഓക്കെ ആക്കിയത്. ഇനി കുറച്ച് ദിവസത്തേക്ക് വാട്സപ്പ് മെസ്സേജും കോളൊന്നും വേണ്ട കേട്ടോ. എടാ, ഓഫീസിൽ നിന്ന് കാണാലോ. പിന്നെ ലീവ് കിട്ടുമ്പോൾ ഇല്ല, അതൊന്നും കുഴപ്പമില്ല. എടാ, ഒരു കുഞ്ഞൊക്കെ ആയതല്ലേ. നമ്മൾ ഭർത്താക്കന്മാർ എന്ത് തെറ്റായാലും ഈ ഭാര്യമാർ അതൊക്കെ അങ്ങ് ക്ഷമിക്കും. അതല്ലേ വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. ശരി ശരി. ആ, ഒരിക്കൽ ചെയ്തത് തെറ്റാണെങ്കിൽ അത് ക്ഷമിക്കാം. എന്നാൽ അത് ആവർത്തിക്കുന്നത് ഒരു തെറ്റല്ല, അതൊരു ശീലമാണ്. മാപ്പ് ചോദിച്ചുകൊണ്ട് വീണ്ടും വഞ്ചിക്കുന്നവർക്ക് സ്നേഹത്തേക്കാൾ വലുത് സ്വന്തം താല്പര്യങ്ങളാണ്. ഇത്തരം സ്വഭാവം ഒരിക്കലും മാറിയില്ലെങ്കിൽ തിരുത്തേണ്ടത് ആ ബന്ധത്തെയാണ്, അല്ലാതെ സ്വന്തം വിശ്വാസമല്ല. അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.